ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി പ്ലേസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് ബിരിയാണി വെക്കുന്ന സമയത്ത് റൈസൊക്കെ ബാക്കിയായി മീറ്റ് കാലിയാവുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി വീഡിയോ ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പി വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ബിരിയാണി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു, ബാക്കിയായതല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്നും പേസ്റ്റ് ആവണ്ട. ഒന്നെങ്കിൽ പകുതി എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് പകുതി അങ്ങനെ തന്നെ വെക്കുക, അല്ലെങ്കിൽ എല്ലാതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞത് കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാരും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയത്ത് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക, കൂടുതൽ ടേസ്റ്റ് ആവും. അപ്പോൾ ഞാനങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിന് പകരം വടയുടെ ഷേപ്പാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്താലും ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൗഡറിലോ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് റസ്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നിലും ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബിരിയാണി ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഏകദേശം നമ്മുടെ കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അത്രക്കങ്ങ് വരില്ലെങ്കിലും ഏകദേശം അതേ ടേസ്റ്റൊക്കെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി സ്റ്റാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബൈ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്, ലൈക്ക്, ഷെയർ മറക്കല്ലേ. ടാറ്റാ.